നമസ്കാരം. രണ്ട് മുന്നണികളും വിജയം അവകാശപ്പെടുന്നു, LDFും UDFും. വിജയം അവകാശപ്പെടുമ്പോൾ, വിജയം പ്രതീക്ഷിക്കുമ്പോൾ തന്നെ അവർ ഉറ്റുനോക്കുന്നത് കേരളത്തിൽ BJP എത്ര സീറ്റ് നേടും എന്നുള്ളതാണ്. കാരണം BJP രാഷ്ട്രീയ ശക്തിയായി വളർന്നു കഴിഞ്ഞു, വിന്നബിലിറ്റിയുള്ള ഒരു പാർട്ടിയായി മാറി എന്ന് BJP തെളിയിച്ചു കഴിഞ്ഞു. മുനിസിപ്പാലിറ്റികളിലും പഞ്ചായത്തുകളിലും തിരുവനന്തപുരം കോർപ്പറേഷനിലും ഭരണം പിടിച്ചെടുത്തതോടുകൂടി BJPക്ക് വോട്ട് ചെയ്യാൻ ജനത്തിന് മടിയില്ലാത്ത അവസ്ഥയായി. അതുകൊണ്ട് തന്നെ BJPയുടെ വളർച്ച, BJP എത്ര സീറ്റ് നേടും എന്നുള്ള കാര്യം കേരളം ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായി ഇന്ത്യയും, നരേന്ദ്രമോദിയും അമിത്ഷായും NDA സർക്കാരുമൊക്കെ കേരളത്തിൽ BJP എത്ര സീറ്റ് നേടും എന്നുള്ളത് വളരെ സാഹൂതം ആകാംക്ഷയോടുകൂടി നോക്കിയിരിക്കുന്നു. തീർച്ചയായും കേരളത്തിൽ നിന്ന് സീറ്റുകൾ അവർ പ്രതീക്ഷിക്കുന്നു. നാളെ BJPയുടെ ഭരണവും കേരളത്തിൽ NDA സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. 35ഓളം മണ്ഡലങ്ങളെ A ക്ലാസ് മണ്ഡലങ്ങളായി പരിഗണിച്ചുകൊണ്ട് ശക്തമായി മത്സരത്തിന് ഇറങ്ങിയതാണ് BJP. 30ഓളം മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. എന്നാൽ എത്ര സീറ്റുകൾ BJPക്ക് ഒപ്പമെത്തും? കേരള നിയമസഭയിൽ BJPയുടെ അംഗബലം എന്തായിരിക്കും? ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും LDF, UDF മുന്നണികളുടെ നോട്ടം അതാണ്. കാരണം നിയമസഭയിലേക്ക് 2-3 സീറ്റുകളെങ്കിലും ജയിച്ചു കയറിയാൽ അത് BJPക്ക് ഉണ്ടാകുന്ന വളർച്ച, ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. കേരളത്തിൽ BJP ആദ്യം പ്രതീക്ഷിക്കുന്ന വിജയം നേമത്ത് തന്നെയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, കേരള നിയമസഭയിലേക്ക് BJP ആദ്യം അക്കൗണ്ട് തുറന്നതും നേമത്താണ്, O രാജഗോപാലിലൂടെ. എന്നാൽ തുടർന്ന് വന്ന ഇലക്ഷനിൽ BJP സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷത്ത് V ശിവൻകുട്ടി MLA ആയി, മന്ത്രിയായി. നിയമം തിരിച്ചെടുക്കണം എന്നുള്ള വാശിയോടുകൂടി, നിയമം തിരിച്ചെടുക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സര രംഗത്തുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മണ്ഡലാടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ 49,867 വോട്ട് നിയമമണ്ഡലത്തിൽ BJPക്കുണ്ട്, ജയിക്കാൻ ആവശ്യമായ വോട്ട്. അതോടൊപ്പം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു എന്ന ഇമ്പാക്റ്റും BJP പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ BJP ആദ്യം പ്രതീക്ഷിക്കുന്ന മണ്ഡലം നേമം തന്നെയാണ്, രാജീവ് ചന്ദ്രശേഖറിലൂടെ. പക്ഷേ കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും അനുകൂല സാഹചര്യം ഉണ്ടായത് ശബരിമല വിഷയത്തോടു കൂടിയാണ്. ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗം BJPക്ക് അനുകൂലമായി, അതിനേക്കാൾ നന്നായി പറയുന്നത് ഇടതുപക്ഷത്തിന് എതിരായി. അങ്ങനെ ഭരണവിരുദ്ധ വോട്ടുകൾ കുറെ BJPക്ക് നേടാൻ കഴിയും, കുറെ കോൺഗ്രസിലേക്കും പോകും. തങ്ങൾക്ക് അധികമായി ലഭിക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് വിജയത്തിലേക്കുള്ള നല്ല വഴിയായി മാറും എന്ന് BJP നേതൃത്വം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ ഇലക്ഷന് തൊട്ടു മുമ്പേ നടന്ന FCRA പ്രശ്നങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തിന് BJPയോടുള്ള അടുപ്പം വലുതായി കുറച്ചു. അത് BJPക്ക് ഒരു തിരിച്ചടിയായി മാറും എന്നുള്ളതിന് സംശയമില്ല. കുറേശ്ശെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ BJPയോട് അടുത്തുകൊണ്ടിരുന്ന സാഹചര്യവുമായിരുന്നു. അതോടൊപ്പം തന്നെ നേമത്ത് എന്ന് മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ BJPക്ക് ദോഷമാകാവുന്ന മറ്റൊരു സാഹചര്യം SDPIയുടെ നിലപാടാണ്. നേമത്ത് SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. SDPIയുടെ വോട്ട് കൺസോളിഡേഷൻ അത് LDFന് പോകുമോ UDFന് പോകുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. അത് LDFന് പോകാനാണ് നേമത്ത് സാധ്യത. എങ്കിലും അവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം BJP 100% ഉറപ്പിക്കുന്നു. BJP തിരുവനന്തപുരത്ത് അടുത്ത് പ്രതീക്ഷിക്കുന്നത് കഴക്കൂട്ടമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്കനുസരിച്ച് 40,582 വോട്ടുകൾ അവിടെ BJPക്കുണ്ട്, അല്ലെങ്കിൽ BJPക്ക് ലഭിച്ചു. ആ വോട്ടുകളും തുടർന്ന് മുരളീധരന് ലഭിക്കുന്ന അനുകൂല വോട്ടുകളും ഒക്കെ ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായും
കഴക്കൂട്ടത്ത് BJP പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണ്. ശക്തമായ ത്രികോണ മത്സരമായിരുന്നു കഴക്കൂട്ടത്ത്. അതുപോലെ തന്നെ BJP പ്രതീക്ഷിച്ച മറ്റൊരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. പക്ഷേ വട്ടിയൂർക്കാവിൽ അനുകൂല സാഹചര്യങ്ങൾ ഒരുപാട് നിരന്നു വന്നതാണ്. പക്ഷേ സ്ഥാനാർത്ഥി ശ്രീലേഖ ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സദസ്സിൽ നിന്ന് പിണങ്ങി ഇറങ്ങി മാറി നിൽക്കുക എന്നുള്ള വിഷയം. പിന്നീട് ന്യായീകരിച്ചു, മറ്റാരെയോ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് എന്നൊക്കെ ന്യായീകരിച്ചു. എങ്കിലും കണ്ടിരുന്നവർ മണ്ടന്മാരല്ല. ആ ഒരു പെരുമാറ്റം തീർച്ചയായും ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ശ്രീലേഖയ്ക്കെതിരെ വട്ടിയൂർക്കാവിൽ ഉണ്ടായിട്ടുണ്ട്. ആ നെഗറ്റീവ് ഇമ്പാക്ട് ബാധിച്ചില്ല എങ്കിൽ തീർച്ചയായും BJP പ്രതീക്ഷിക്കുന്നത് പോലെ വട്ടിയൂർക്കാവും BJPയുടെ പോക്കറ്റിലെത്തും. അങ്ങനെ നോക്കിയാൽ തിരുവനന്തപുരം ജില്ലയിൽ 2 or 3 സീറ്റുകൾ BJP പ്രതീക്ഷിക്കുന്നതാണ്, സാധ്യതയുള്ളതാണ്. അവസാനം നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയ മറ്റൊരു വിഷയമാണ് നോട്ട് സാരി കിറ്റ് പ്രശ്നം. പാലക്കാടാണ്, ശോഭാ സുരേന്ദ്രന്റെ പേരിലാണ്. BJP 100% പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ SDPI വോട്ട് കൺസോൾട്ടേഷൻ ശോഭാ സുരേന്ദ്രന് ദോഷമാകുമോ എന്ന് BJP ഇപ്പോൾ ഭയക്കുന്നു. SDPI സ്ഥാനാർത്ഥിയെ പാലക്കാട് പിൻവലിച്ചിട്ടുണ്ട്. എങ്കിലും ശോഭാ സുരേന്ദ്രൻ അവിടെ വിജയിക്കും എന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. ഇനി BJP പ്രതീക്ഷിക്കുന്ന 2 മണ്ഡലങ്ങൾ കാസർഗോഡും മഞ്ചേശ്വരവുമാണ്. മഞ്ചേശ്വരത്ത് മുൻ പ്രസിഡന്റ് സുരേന്ദ്രനാണ് സ്ഥാനാർത്ഥി. കഴിഞ്ഞ ഇലക്ഷന് 100-ൽ താഴെ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. പക്ഷേ ഇത്തവണ മഞ്ചേശ്വരം BJP പ്രതീക്ഷിക്കുന്ന സീറ്റാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ 44,192 വോട്ട് നേടിയ കാസർഗോഡ് തീർച്ചയായും BJP പ്രതീക്ഷിക്കുന്നു. കടുത്ത മത്സരം നടന്ന കാസർഗോഡും BJPയുടെ വിജയം BJP ഉറപ്പിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ 5 മുതൽ സീറ്റുകൾ BJP ഉറപ്പിക്കുന്നുണ്ട്. നിയമസഭയിൽ 5 സീറ്റുകൾ ഇത്തവണ BJP നേടിയാൽ BJPയുടെ ശക്തമായ കടന്നുവരവായിരിക്കും രാഷ്ട്രീയത്തിലേക്ക്, കേരള രാഷ്ട്രീയത്തിലേക്ക്. നാളെ ഒരു കാലത്ത് ഭരണം നേടാൻ കഴിയും എന്നുള്ള അവരുടെ വിശ്വാസം ഉറപ്പിക്കാൻ കഴിയുന്ന ആദ്യത്തെ ചവിട്ടുപടി. ഇതൊക്കെയാണെങ്കിലും BJP പ്രതീക്ഷിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, 2ാം സ്ഥാനത്തെത്തുക എന്ന് പറഞ്ഞാൽ വിജയിച്ചതിന് തുല്യമായ 2ാം സ്ഥാനം. കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് 2ാം സ്ഥാനം എന്ന് പറയുന്നത് തന്നെ വളരെ വലുതാണ്. അങ്ങനെ നേടാൻ കഴിയുന്ന സീറ്റുകളുടെ എണ്ണം BJP പ്രതീക്ഷിക്കുന്നത് 30-ന് മുകളിലാണ്. ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകളും ശബരിമല പ്രശ്നങ്ങളുടെ വോട്ടുകളും BJPയെ തുണയ്ക്കും എന്നവർ കരുതുമ്പോൾ FCRA പ്രശ്നം അല്പം അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് BJPയെ. എങ്കിലും BJP നേതൃത്വം പറയും പോലെ ഞങ്ങളുടെ തീരുമാനമനുസരിച്ച് ഞങ്ങൾ തീരുമാനിക്കും ആര് ഭരിക്കണം. ആ രീതിയിലുള്ള റിസൾട്ട് ഒന്നും ആയിരിക്കില്ല എന്ന് കേരളം പ്രതീക്ഷിക്കുന്നുണ്ട്. വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി LDFോ UDFോ ഭരണത്തിലേറും. ഇപ്പോഴത്തെ നിലയനുസരിച്ച് UDF 70 മുതൽ 80 വരെ സീറ്റുകളിൽ ഭരണത്തിലേറാനാണ് സാധ്യത. LDFനെ സംബന്ധിച്ച് അത് 50 സീറ്റിനും 55 സീറ്റിനും ഇടയിലായിരിക്കാനാണ് സാധ്യത. BJP 5 സീറ്റുകളും കൂടി നേടുമ്പോൾ കേരള രാഷ്ട്രീയം ഒരു പുതുയുഗ പിറവിയിലേക്കാകും കടന്നു പോവുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.